ഇത് പാർക്കുട്ടി മോൾ ഇങ്ങോട്ട് ഇട്ടതാ. ഇത് വേഗം ഇങ്ങോട്ട്. ഞാൻ പിടിച്ചില്ലടി. പിന്നെ ചേച്ചി എനിക്ക് ഇട്ടതാ. ബോൾ കളിച്ചോണ്ടിരിക്കും നമ്മള്. ചിത്രേ ചേച്ചി ഒന്ന് മാറിയില്ലേ? ഞങ്ങൾ കളിക്കട്ടെ ചേച്ചി. കാര്യം പറയാനാ വന്നത്. എന്നൊന്ന് പറഞ്ഞിട്ട് പോവാ അങ്ങോട്ട്. ഒന്ന് നേരെ കളിക്കാൻ താമസിക്കത്തില്ല. ചേച്ചി മാറി നിന്നെ ബോൾ അറിയട്ടെ. പാർക്കുട്ടി ഒരു മിനിറ്റ് ഇപ്പൊ മാറിത്തരാം. എടി ക്രിസ്മസ് വെക്കേഷൻ അല്ലേ, അച്ഛൻ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയോ? നമുക്കൊന്ന് പറഞ്ഞാലോ കൊച്ചിന്റെ അച്ഛൻ്റെ അടുത്ത്? അതിനിപ്പോ അച്ഛൻ കേക്കോ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വിജയിക്കണമെങ്കിൽ വിജയിക്കട്ടെ. എന്നാലും എവിടെ പോവായി? നമുക്കൊരു തമ്പലമ്പറയിൽ വെള്ളച്ചാട്ടത്തിൽ പോയാലോ? രുക്കൊക്കെ പോയെന്ന് ചേച്ചി. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞ ചേച്ചി. അതിന് നീ ഇവിടെ ബോൾ കളിച്ചിരുന്നു. ഒന്നും പറയണ്ട. നമുക്ക് അച്ഛൻ്റെ അടുത്ത് പറയാം. ചേച്ചി ഫസ്റ്റ് പറ അച്ഛൻ്റെ അടുത്ത്. എന്റെ ബോൾ നന്നായിട്ട് കറങ്ങും. കണ്ണന്റെ ബോൾ പൊത്തുപോയി. ചേച്ചി പറ ഫസ്റ്റ് പറ. ഇങ്ങോട്ട് പാടി. ഓ ഇതിന്റെ ഒരു കാര്യം. എന്താ മക്കളെ? അച്ഛൻ പത്രം വായിക്കണ? കണ്ണുണ്ടോ നിനക്ക്? അച്ഛൻ പത്രം വായിലും വായിച്ചോണ്ടിരിക്കുന്നേ. ഓ വെറുതെ ചോദിച്ചതല്ലേ ഉള്ളൂ. ചോദിക്ക്. എന്താ ചേച്ചി അനിയത്തി കൂടെ എന്തെങ്കിലും സാധിക്കാനുണ്ടോ? പൊന്നച്ഛനല്ലേ? അതെ നിങ്ങളെ പൊന്നച്ഛനാണ്. എന്താണ്? ഞങ്ങളെ ഫ്രണ്ട് എല്ലാം ടൂർ പോയിരിക്കണ അച്ഛാ. ക്രിസ്മസ് വെക്കേഷൻ അല്ലേ? അതെ ക്രിസ്മസ് വെക്കേഷനാ. അല്ല എന്റെ ഫ്രണ്ട്സ് എല്ലാം ടൂർ പോയിരിക്കണ അച്ഛാ. ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോണ്ടേ അച്ഛാ? നമ്മൾ 2 മാസം മുന്നേ അല്ലേ മക്കളെ ടൂർ പോയത്. ലാസ്റ്റ് വെക്കേഷന് പോകാം. എന്റെ പൊന്നച്ഛാ എത്ര മാസം ഉണ്ടെന്ന് അറിയാവോ? അച്ഛാ പ്ലീസ് അച്ഛാ, നമുക്ക് എവിടെയെങ്കിലും പോയിട്ടാ അച്ഛാ. എവിടെയാ നിങ്ങൾക്ക് പോവേണ്ടേ? നിങ്ങൾ പോകേണ്ട സ്ഥലം പറഞ്ഞ അച്ഛൻ സമ്മതിക്കോ? അത് പറയേ അച്ഛാ. നമുക്ക് തമ്പലമ്പാറയിലെ വെള്ളച്ചാട്ടത്തിൽ പോവാൻ ചാ. വെള്ളച്ചാട്ടത്തിൽ ഈ പിള്ളേരെ കൊണ്ട് പോകാനൊന്നും പറ്റില്ല. കണ്ണന് പാറു ഭയങ്കര വെള്ളക്കളിയാ. പാറു ഒന്നും വന്നേ മക്കളെ. അമ്മൂമ്മേ ഒരു കാര്യം പ്ലീസ് അച്ഛാ. അച്ഛൻ പറഞ്ഞ അമ്മ ഉടനെ സമ്മതിക്കും അച്ഛാ. പ്ലീസ് അച്ഛാ. എല്ലാ ഫ്രണ്ട്സും പോകണം അച്ഛാ. നമ്മൾ മാത്രം തന്നെ ഇവിടെ കിടക്കണം അച്ഛാ. ഷോപ്പിങ്ങിന് നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞുള്ളു, വേറെ ആരും. ശരി അച്ഛൻ അമ്മയെ കൊണ്ട് വിളിച്ചേ. അമ്മ എന്ത് എതിർത്ത് പറഞ്ഞ അച്ഛൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് നിക്കണം കേട്ടാ. താങ്ക് യു അച്ഛാ. അമ്മേ അച്ഛൻ വിളിക്കുന്നേ. അച്ഛാ പറഞ്ഞു കേട്ടല്ലോ. അമ്മ എങ്ങനെയെങ്കിലും ഇത് തടയാൻ നോക്കും. അച്ഛൻ ഒരിക്കലും ഇത് ക്യാൻസൽ ചെയ്യരുത്. പൊന്നച്ഛനല്ലേ? ശരി അമ്മ ഇങ്ങോട്ട് വരട്ടെ. സീതേ ഒന്നുകൊണ്ട് വന്നേ. ഇതമ്മ അടുക്കളയിൽ 1500 പണി. എന്താ മനു കേട്ടാ? വിശക്കണേന്ന് പറഞ്ഞു എന്തോ എടുത്ത് വെച്ചു കൊടുക്കും. എന്താണ് രണ്ടും കൂടെ അച്ഛന്റെ വാലത്തുമ്പി കയറി നിൽക്കുന്നത്? ഞങ്ങൾ വെറുതെ നിന്നതാ അമ്മേ. അച്ഛൻ എന്തോന്നൊക്കെ പറയുന്നു. അച്ഛൻ എന്തോന്ന് പറയാ? നേരെ വെള്ളത്തിൽ ഇപ്പഴാവുന്നു ഇരുന്നത്. വെക്കേഷൻ അല്ലേ, പിള്ളേരെ കൊണ്ട് ടൂറിന് പോവണ്ടേ നമുക്ക്? അന്ന് പോയത് ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അടിയും പിടിയും ബഹളോ. എനിക്കറിയാ ഈ പിള്ളേരെ കൊണ്ട് ടൂർ വരാനൊന്നും. മുത്തുള്ളായിരുന്നല്ലേ അടി ഉണ്ടായത്. ഇപ്പൊ മുത്തിനെ നമ്മൾ കൊണ്ടുപോകണം. നമ്മൾ മാത്രല്ലേ പോകുന്നത്. ശരിയാമേ, അത് മുത്തുള്ളോണ്ടല്ലേ അടി ഉണ്ടാക്കിയത്. ഓ അല്ലെങ്കിൽ അടി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് രണ്ടാർക്കും ഒട്ടും അറിയത്തില്ലല്ലോ. ഞങ്ങളെ ക്ലാസ്സിൽ കൊണ്ട് ആക്കണം. നിങ്ങൾക്ക് രണ്ടാർക്ക് അടി ഉണ്ടാക്കണം പഠിക്കണമെങ്കിൽ. അതൊക്കെ നിങ്ങൾ പണ്ടല്ലേ അടി ഉണ്ടാക്കി. ഇപ്പൊ നമ്മള് ചക്കരയട കണക്കല്ലേ അമ്മേ? ഓ ചക്കരയട എന്നാണ് ഈ അടുത്ത് വിള അറിയണേന്ന് അറിഞ്ഞൂടാ. ചക്കരയടേ ഏതായാലും പോട്ടെ. നമുക്ക് എന്തായാലും ടൂർ പ്ലാൻ ചെയ്യാം. എവിടെ പോവാ? പിള്ളേർക്ക് വെള്ളച്ചാട്ടത്തിൽ പോകണമെന്നാ പറയുന്നത്. പൊന്നേ വെള്ളച്ചാട്ടത്തില്ല അവിടേക്ക് ഞാനില്ല. ഈ കണ്ണനും പാറ വെള്ളം കണ്ട പിന്നെ തിരിച്ചു കയറുന്ന കാര്യം എനിക്ക് പറ്റത്തില്ല. പ്ലീസ് അമ്മേ, അത് അച്ഛൻ നോക്കിക്കോളൂ. അച്ഛൻ ഈ പടി കടന്ന് ഇറങ്ങിയ പിന്നെ ഒരു ബന്ധം അച്ഛനില്ല. പിള്ളേരെ നോക്കാതിരിക്കുന്നുണ്ടോ? അച്ഛനും മക്കളും എല്ലാം കണക്കാ. വെള്ളം കണ്ട പിന്നെ എല്ലാം വെള്ളത്തിന്റെ അകത്ത് തന്നെ. ഞാൻ പിന്നെ തൂക്കിക്കൊണ്ട് നടക്കണം ഓരോന്നിനെ. അമ്മ പ്ലീസ് അമ്മ, എങ്ങനെയെങ്കിലും ടൂർ നമുക്ക് പോവാമേ. ക്യാൻസൽ ചെയ്യല്ലേ അമ്മേ, പ്ലീസ് അമ്മേ. ഓഹോ ചേച്ചിയുടെ അനിയത്തിയുടെ ബുദ്ധിയാണല്ലേ അച്ഛനെ സോപ്പിട്ട് ഇളക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അയ്യോ ഞങ്ങൾ ഒന്നും പറഞ്ഞൊന്നുമില്ല. അല്ലെ അമ്മ അച്ഛനോട് ചോദിച്ചു നോക്ക്. ആണോ അച്ഛാ? ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും കൊണ്ട് വേണ്ട. നമുക്ക് എന്തായാലും ടൂർ പോവാൻ വേണ്ടി ഇറങ്ങാം. വെക്കേഷൻ അല്ലേ, അതിന് എനിക്കൊന്നും ഓഫീസും ഇല്ലല്ലോ. നമുക്ക് ഇന്ന് തന്നെ ഇറങ്ങാം. ഇന്ന് ഫുഡൊക്കെ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ആവാടി. നീ ഒന്നും വേവിക്കണ്ട. ഒരു കാര്യം ചെയ്യും, എല്ലാം റെഡിയാവും. അച്ഛനെ സോപ്പിട്ടങ്ങ് വെച്ചിരിക്കുന്നു. മണ്ണി ട്രിപ്പാണോ ടൂഡേ ട്രിപ്പാണോ? ഒരു മാസത്തേക്കുള്ളെല്ലാം വരിയങ്ങ് വെച്ചരാ. ഒരു ദിവസം തുണി മാത്രം എടുത്ത് വെച്ചാൽ മതി. പോ ഡ്രസ് ചെയ്യുമ്പോ അടിയൊന്നും ഉണ്ടാക്കാതൊന്ന് പാക്ക് ചെയ്യണം. നമ്മുടെ മക്കളല്ലേടി, അതൊക്കെ നമ്മുടെ തന്നെ എല്ലാം പറയാൻ പറ്റൂ. നമ്മളെല്ലാവർക്കും എല്ലാം സാധിച്ചു കൊടുക്കാനുള്ളത്. കണ്ണനെ കൊണ്ടുവരുന്ന ഒന്നാമത് എനിക്ക് ഭയം. ഈ പിള്ളേർ ഒരു അനുസരണം വെള്ളം കണ്ടാ പിന്നെ പിള്ളേർ കയറി വരത്തേ ഇല്ല. വന്നതിന് ജലദോഷം പനിയായിട്ട് കുറെ ദിവസം അങ്ങനെ അങ്ങ് നീങ്ങും. നിന്റെ അമ്മ വരുന്നുണ്ടോ? അമ്മയെ കളഞ്ഞിട്ട് പോകാൻ പറ്റോ? എന്തോ ഈ പിള്ളേർ വിളിച്ചു തള്ളിട്ടോണ്ട് പോകുന്നേ.
പൊന്നമ്മേ ടൂർ പോവാൻ വേണ്ടി മനോട്ടം പറഞ്ഞു അങ്ങനെ തുള്ളിച്ചാട്ടി കൊണ്ട് ഓടിയത് രണ്ടെണ്ണം കൂടെ. ടൂറാ? എവിടെ മക്കളെ ടൂർ പോകുന്നേ? അതമ്മ തമ്പരാമ്പാറിൽ വെള്ളച്ചാട്ടം ഇല്ലേ, അവിടെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ഓ അവിടെയാ? അതിനെക്കാട്ടി കിണറ്റിടത്തേക്ക് ചാടിയാ മതിയല്ല. അവിടെ ഒന്നും കൊള്ളത്തില്ല മക്കളെ, നമുക്കുള്ള ഷൂലും പോവാം. അതെന്തമ്മേ? പിന്നെ പൊന്നു കൊച്ചി നിനക്ക് ഇത്രയും പ്രാവശ്യം ഷൂ എന്താന്ന് അറിഞ്ഞൂടെ? അമ്മ ഉദ്ദേശിച്ച മിക്കവാറും സൂ ആയിരിക്കും കേട്ടോ. ഈ ആനയും കാട്ടുപോത്തൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളില്ലേ? എന്റെ പൊന്നമ്മേ ഷൂ അല്ല സൂ സൂ. എന്താ സുവാ കാവട്ട്, അവിടെ പോവാന്നാ ഞാൻ പറയുന്നത്. ആ പിള്ളേരെ വെള്ളച്ചാട്ടത്തിൽ പോണെന്നുണ്ട് ബഹളം വെച്ചോണ്ടിരിക്കുക. പിള്ളേരെ ചന്തിതൊക്കെ രണ്ടെണ്ണം പറ്റിച്ചു കൊടുക്കണം. എന്തോ അമ്മേ, പിള്ളേരെ ഇഷ്ടത്തിനല്ലേ കൊണ്ടുപോവാനുള്ളത്. ആഹാ, ഇപ്പൊ നമ്മള് കുറ്റക്കാരനായ? അമ്മയ്ക്ക് ഇപ്പൊ സൂല് പോണം, അത്രയല്ലേ ഉള്ളൂ. കൊണ്ടുപോവാം. പിള്ളേരെ വെള്ളച്ചാട്ടത്തിൽ കൊണ്ടേ അമ്മയെ സൂല് കൊണ്ടേ കാണിച്ചിട്ടേ ഞാൻ വരുന്നുള്ളൂ. പോരെ? ഒരു കാര്യം അമ്മ 2 ദിവസം ഡ്രസ്സ് എടുത്ത് പാക്ക് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങി, നമുക്ക് പോയിട്ട് വരാം. ശരി മക്കളെ. അമ്മേ ഇറങ്ങാൻ പോകാൻ പറഞ്ഞ അമ്മയ്ക്ക് നട്ടല് വേദനയില്ല, വയറുവേദനയില്ല, കാലുവേദനയില്ല, കൈവേദനയില്ല, ഒന്നുമില്ല. നിനക്ക് അറിയത്തില്ലേടി, ടൂർ പോകുമ്പോൾ ആരെങ്കിലും വിളിച്ച് നമ്മളെ അസുഖങ്ങളെല്ലാം അങ്ങ് പോകും. നിനക്ക് അറിയത്തില്ലേ അത്? അയ്യോ അറിയാമേ അറിയാം. ചെല്ലു പെട്ടെന്ന് ആ പിള്ളേർ റെഡിയാക്കി എടുക്ക്. ആ കണ്ണനെ പറഞ്ഞ റെഡിയാക്കാൻ ഒന്നാമത്തെ പാട്. കൊച്ചിക്ക് കടയിൽ നിന്ന് മേടിക്കല്ലേ മനേട്ടാ? എന്തിനു വേണം ഞാൻ മേടിച്ചില്ല, നീ ഒന്ന് റെഡിയായി ഇറങ്ങിയാൽ മതി. 11 മണി കൊണ്ട് റെഡിയായി ഇറങ്ങിയിരിക്കണം എല്ലാണോ. ദൈവമേ, ഇപ്പൊ തന്നെ 10 മണിയായി, എപ്പോഴാ 11 മണിക്ക് റെഡിയായി ഇറങ്ങുന്നത്? അടീനെ കുളിക്കാൻ പോവാണേട്ടാ. അച്ഛനോട് കല്യാണത്തിന് പോയി. നീ പൊയ്ക്കോ അങ്ങ്. ഞങ്ങൾ എല്ലാരും കല്യാണത്തിന് പോവാ. ആരടിച്ചിത്രേ? ഇങ്ങോട്ടൊന്ന് വന്നേ. എന്റെ അമ്മ ഇവളാ? ചേച്ചി, അമ്മ കാണുന്നതിനെ ഒതുക്കിയില്ലെങ്കിൽ അമ്മ ഇന്നേക്ക് ഇതിനെ കെട്ടി പറഞ്ഞു കൊടുത്തോണ്ട് വരും. നോക്കിക്കോ. ഇപ്പൊ എന്താ ഐഡിയ? അമ്മ കാണാൻ എങ്ങനെയാണ് ഒഴിവാക്കണമല്ലോ. ഇനി പുറത്തേക്ക് കഥടച്ചാലാ? ഷോ വേണ്ടടി, കുഞ്ഞു കുട്ടിയിൽ അങ്ങനെ ചെയ്യണ്ട. എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കാൻ മാറ്. മോളെ, നിന്റെ അമ്മ ഇപ്പൊ വിളിച്ചിരുന്നു. നിന്നെ പെട്ടെന്ന് വീട്ടിലോട് ചെല്ലാൻ പറഞ്ഞായിരുന്നു. ചേച്ചി എങ്ങനെയാണ് ഒഴിവാക്കി? ചേച്ചി അമ്മ ഇപ്പൊ വന്ന് ഇതിനെ കൂടെ കൂട്ടും. ഇപ്പൊ എങ്ങനെ ഒഴിവാക്കി? എന്ത് പറഞ്ഞ ഒഴിവാക്കേണ്ടത്? ആരങ്ങോട്ട് മുത്തേ, നിന്നെ ലല്ലുവിന്റെ വീട്ടിലോട് ചെല്ലാൻ പറഞ്ഞത്. ലല്ലു അവിടെ ഊഞ്ഞാലൊക്കെ ഇട്ട്, വലിയ ഊഞ്ഞാലിട്ട് ലല്ലുവിന്റെ വീട്ടില്. അത് നീ പോയതിനു ശേഷം ഇട്ടത്. ഞങ്ങളെല്ലാരും കല്യാണത്തിന് പോവാ. അവിടെ പച്ചവെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ. നീ പോവാൻ നോക്ക് മുട്ട ഒന്ന്. പൊന്നു ദൈവമേ, എന്ന് ടൂറിന് പോയാൽ ഈ സാധനം വന്ന് ഫ്രണ്ടിൽ ചാടുമല്ലോ. എന്റെ ദൈവമേ, ഇത് എങ്ങനെയാണ് ഒഴിവാക്കിത്താ ദൈവമേ.